നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. യാത്രാ വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ചലനങ്ങൾ അടയാളപ്പെടുത്തുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ പുതിയ സീസൺ ദുബായിൽ സമാപിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ സീസണിൽ ഇന്ത്യയും സജീവ സാന്നിധ്യമായിരുന്നു. യാത്രാ വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ചലനങ്ങളെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മേള, അതാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്. ആഗോള യാത്ര, മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ നാളത്തെ സഞ്ചാരം വികസിപ്പിക്കുക എന്ന പ്രമേയത്തിലായിരുന്നു ഇത്തവണത്തെ മേള നടന്നത്. മേളയുടെ 32ാമത് പുതിയ പതിപ്പിൽ 166 രാജ്യങ്ങളിൽ നിന്നുള്ള 2800-ലേറെ പ്രദർശകരായിരുന്നു പങ്കെടുക്കാനെത്തിയത്. ഇതിൽ പകുതിയിലധികവും അന്താരാഷ്ട്ര പ്രദർശകരായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 33% പ്രദർശകരാണ് ഇത്തവണ പങ്കെടുത്തത്. 166 രാജ്യങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തിലേറെ ട്രാവൽ പ്രൊഫഷണലുകൾ ATM സന്ദർശിച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 16% സന്ദർശകരാണ് ഇത്തവണ കൂടുതലെത്തിയത്. ആഗോള ടൂറിസം കലണ്ടറിലെ പ്രധാന പരിപാടിയായി അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മാറിയെന്നും ആഗോള വിപണികളെ ബന്ധിപ്പിക്കുന്നതിലും ആഗോള യാത്രയുടെ ഭാവി രൂപീകരിക്കുന്നതിലും UAEയുടെ പങ്ക് ഈ വർഷത്തെ ATM പ്രതിഫലിപ്പിക്കുന്നുവെന്നും മേള സന്ദർശിക്കാനെത്തിയ ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. നിക്ഷേപം ആകർഷിക്കുന്നതിലും വിജ്ഞാന കൈമാറ്റം സാധ്യമാക്കുന്നതിലും വിവിധ വ്യവസായങ്ങളിൽ ഉയർന്ന മൂല്യമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പ്രദർശനം നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും സജീവ സാന്നിധ്യവും ഇത്തവണത്തെ മേളയിലുണ്ടായിരുന്നു. സന്ദർശകർക്ക് വെർച്വൽ റിയാലിറ്റിയിലൂടെ എയർ ഇന്ത്യയുടെ അത്യാധുനിക A350 വിമാനത്തിലെ സഞ്ചാരാനുഭവം ഉൾപ്പെടെ ആസ്വദിക്കാൻ അവസരമൊരുക്കിയായിരുന്നു സ്റ്റാളുകൾ. നവീകരിച്ച 787-9 ഡ്രീം ലൈനർ A321 ക്യാബിനുകളും പ്രദർശനത്തിനെത്തിച്ചിരുന്നു. അതോടൊപ്പം അൽ മക്തൂം വിമാനത്താവളത്തിലെ അകത്തെ യാത്രകൾക്കായി ഭൂഗർഭ ട്രെയിനുകൾ ഒരുക്കും എന്നതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളും മേളയിലുണ്ടായി. ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്താണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. $35 ബില്യൺ യാത്രാ ടെർമിനലാണ് യാഥാർത്ഥ്യമാക്കുക. ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ നടപടികൾ പൂർത്തീകരിച്ച് വിമാനങ്ങൾക്കരികിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിനാണ് ഭൂഗർഭ ട്രെയിൻ സംവിധാനം ഒരുക്കുന്നത്. 2050ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിനാണ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം. ബിസിനസ് സൗഹൃദ ഫ്രീ സോണും റെസിഡൻഷ്യൽ പദ്ധതികളും പൂർത്തിയാകുന്നതോടെ ദുബായ് സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം പ്രതിവർഷം 26 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറും. ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 12,000 കോടി ദിർഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അൽ മക്തൂം വിമാനത്താവള പദ്ധതിക്ക് കരാറുകൾ നൽകി തുടങ്ങിയതായി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും എയർപോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം പറഞ്ഞിരുന്നു. കൂടാതെ ഗ്ലോബൽ സ്റ്റേജ്, ഫ്യൂച്ചർ സ്റ്റേജ്, ബിസിനസ് ഇവന്റ് സ്റ്റേജ് എന്നിങ്ങനെ 3 വ്യത്യസ്ത സ്റ്റേജുകളിലായി ATM പ്രത്യേക കോൺഫറൻസും നടന്നു. വായനയുടെ പുതുവസന്തം വിരിയിച്ച് ഇത്തവണത്തെ മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേള ശ്രദ്ധേയമായി. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വിശേഷങ്ങളാണ് ഇനി. വായനയുടെ വസന്തം വിരിയിച്ച് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേള പുരോഗമിക്കുകയാണ്. മേളയുടെ 29ാമത് പതിപ്പാണ് ഇത്തവണ പുരോഗമിക്കുന്നത്. മേളയിൽ 35 രാജ്യങ്ങളിൽ നിന്നായി 674 പ്രസാധക സ്ഥാപനങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 10 ദിവസങ്ങളിലായാണ് അന്താരാഷ്ട്ര പുസ്തകമേള നടന്നത്. പുസ്തകമേളയിലേക്ക് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തിയത്. അറബിക്, ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഒമാനിലെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് ആയിരുന്നു ഇത്തവണത്തെ അതിഥി ഗവർണറേറ്റ്. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ദി പോർച്ചുഗീസ് ഇൻ ദി സീ ഓഫ് ഒമാൻ
ഇവന്റ്സ് ഇൻ ദി അനൽസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. അറബിക്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് മേളയിൽ ഉണ്ടായിരുന്നത്. ഒരു 18 to 22 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഏറെയും ഇവിടെ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ വരുന്നത്. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ഇംഗ്ലീഷ്, അറബിക്ക്, പിന്നെ ചൈനീസ്, ജാപ്പനീസ്, അങ്ങനെ എല്ലാ ഭാഷയിലുമുള്ള ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഇംഗ്ലീഷിന് ശേഷമാണ് അറബി പുസ്തകങ്ങൾ പോലും വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ബുക്ക് ഫെസ്റ്റിവൽ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ പരിപാടി സർക്കാർ നടത്തുന്നു, ഇവിടുത്തെ ഒമാൻ ഗവൺമെൻറ് നടത്തുന്നു, വളരെ കുറച്ച് പേര് മാത്രം പങ്കെടുത്ത് പോകുന്നൊരു സംഗതി ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനല്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ചെറിയ പ്രായം, ഒരു നേരത്തെ പറഞ്ഞൊരു 15 മുതൽ 22, 23 വയസ്സുള്ള ആൾക്കാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പരിപാടിയിൽ കാണാനും ഭാഗമാകാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാഹിത്യം, ശാസ്ത്രം, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വായനക്കാർ, ഗവേഷകർ, അക്കാദമിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി നിരവധി സെഷനുകളും നടന്നിരുന്നു. ാമത്തെ മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 650-ലധികം പ്രസാധകർ 35 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ഷാർജ ബുക്ക് ഫെയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ബുക്ക് ഫെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി മലയാള പുസ്തകങ്ങളുമായി ഞങ്ങൾ ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് തന്നെ മലയാള പുസ്തകങ്ങൾ ഇവിടെ വിറ്റഴിയുന്നുണ്ട്. പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്കും നല്ല പ്രത്യേകിച്ച് കുട്ടികളുടെ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ മേഖലകളിലുള്ള പുസ്തകങ്ങൾ നന്നായി വിറ്റഴിയുന്നുണ്ട്. സാംസ്കാരിക വേദികൾ, സംവാദങ്ങൾ, അതിഥികളും എഴുത്തുകാരുമായുള്ള ചർച്ചകൾ, പ്രകാശനങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളും ഒരു ഭാഗത്ത് നടന്നു. കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങളും ഉൾപ്പെടെ കുടുംബ സൗഹൃദ പരിപാടികളും മേളയിൽ അരങ്ങേറിയിരുന്നു. ഒമാനിലെ പുസ്തക വിതരണക്കാരായ അൽ ബാജ് ബുക്സും DC ബുക്സുമാണ് പുസ്തകമേളയിൽ മലയാള പുസ്തകങ്ങൾ എത്തിച്ചത്. അടുത്തിടെ പ്രസിദ്ധീകരിച്ചവയും വായനക്കാരുടെ ഇടയിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയവയുമായ പുസ്തകങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. മലയാളം ബുക്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോൺ ഫിക്ഷൻ മോട്ടിവേഷണൽ ബുക്സ്, ആൻഡ് പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഫിക്ഷൻ, സ്റ്റോറീസ്, നോവൽസ്, അങ്ങനെ ഫിക്ഷൻസിൻ്റെ കളക്ഷനാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ 29ാമത്തെ ഈ എക്സിബിഷനിൽ നമ്മൾ മലയാളം ബുക്സിന് നല്ലൊരു എൻക്വയറി നമുക്കിവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒമാനി വായനക്കാർ നല്ലൊരു രീതിയിൽ അവർ ബുക്കുകൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളും ഒട്ടും കുറവല്ല. നല്ല ബുക്കുകളുടെ നല്ല അന്വേഷണം, KR മീര അതുപോലുള്ള നമ്മുടെ MTയുടെയും ബുക്കുകളൊക്കെ ധാരാളമായിട്ട് ഇവിടുന്ന് ഇപ്പം വിറ്റ് പോകുന്നുണ്ട്. ബുക്കുകളുടെ പേര് തന്നെ അന്വേഷിച്ച് ഇവിടെ കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. നല്ല രീതിയിൽ അവരെ അത് സെയിൽസിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ മേളയിലെ എല്ലാ സ്റ്റാളുകളിലും വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഒമാനി സ്വദേശികൾ വായനാ സ്നേഹികളായതിനാൽ പുസ്തകമേള നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം കുടുംബസമേതമായിരുന്നു സ്വദേശികൾ മേള സന്ദർശിക്കാൻ എത്തിയത്. ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു ഒമാനി വിദ്യാർത്ഥികൾ കൂടുതലായി വാങ്ങിയത്. I am from New Delhi, India. This is the second time I am coming to the Muscat International Book Fair. The stall's layout has been very nice. The people in Muscat are very generous. Plus the collection of books in this particular book fair is biggest of all of them. New titles are coming on a regular basis. Children are very keen in reading children fiction. They read Dogman, they read Dog Diary, Harry Potter, Enid Blyton, Roald Dahl. Many titles are there. And especially children are very excited.
reading habit has tremendously gone up. ഇംഗ്ലീഷ് വ്യാകരണ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് ബാലസാഹിത്യങ്ങൾ എന്നിവയും സ്വദേശികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. ലോക ക്ലാസിക്കുകൾ, നോവലുകൾ, ബാലസാഹിത്യം, ശാസ്ത്രം തുടങ്ങി എല്ലാ വിഷയങ്ങളും അന്വേഷിച്ചാണ് വായനക്കാർ മേളയിൽ എത്തിയിരുന്നത്. With a lot of books, a lot of people, Omani people came here to learn and read about new things. And we have here in Istiqama TV an application for the kids. Kids will learn about how to be good with their parents, how to know how to be truthful, and learn things in math and different things. ഗൾഫ് രാജ്യങ്ങളിലെ പുസ്തകങ്ങളെക്കുറിച്ചും അറബ് ജനതയുടെ വായനാ സംസ്കാരത്തെക്കുറിച്ചുമുള്ള മുൻധാരണകളെ കൂടി മാറ്റിമറിക്കുന്നതായിരുന്നു പുസ്തകമേളയിലെ ഇത്തവണത്തെ ജനപങ്കാളിത്തം. This is Mubarak Al Uraifan from Kuwait, and now we are in Oman, Muscat for book fair. So it's very nice place that contain all lovers for the books in one place to share our experience. And I'm facing every day all these lovers for this book, and we have a lot of communication and sharing our experience. And by the way, I have my new novel about the Indian War in 1947. ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ പുരോഗമിക്കുന്ന മാംഗോ മാനിയ മാമ്പഴ ഫെസ്റ്റിവൽ പ്രവാസികൾക്കിടയിൽ തരംഗമാവുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മാമ്പഴ വിഭവങ്ങളും മാമ്പഴങ്ങളും അണിയിച്ചൊരുക്കിയ ആ മേള കാണേണ്ടത് തന്നെയാണ്. നല്ല മാമ്പഴക്കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ ഫെസ്റ്റിവൽ മാംഗോ മാനിയ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് മേള പുരോഗമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മിയാസാക്കി വരെ ഇക്കൂട്ടത്തിലുണ്ട്. ദുബായ് കിസൈസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു. Anybody who has grown up in India understands the importance of mango. Everybody's childhood is interlinked with memories of experiencing mango during summer. So for a moment I was taken back to my childhood, memories of eating mangoes, varieties of mangoes, sweet mangoes. But to see that in Dubai, I think to see so many varieties in one place, I was just mentioning that in my life I have never seen so many varieties of mangoes in one place. Such rich varieties showing the diversity of India. I was told that about 85% of the mangoes here are from India. But even other than that, there are global varieties that are there. So I thank Lulu for being such a wonderful ambassador of India, for bringing mangoes here, bringing the core of Indian culture and Indian lifestyle here. And exposing it to not just the Indian expatriate population, but the whole community in UAE. As you can see around, everybody is interested in this area and they want to come and experience mangoes. I'm sure this will be a delight for kids and families alike. മാങ്ങ ചേർത്തുണ്ടാക്കിയ വിഭവങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. മാമ്പഴം കൊണ്ടുള്ള മധുര പലഹാരങ്ങൾ മുതൽ കറികൾ, അച്ചാറുകൾ, സ്മൂത്തികൾ, സാലഡുകൾ വരെ മാമ്പഴോത്സവത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ദുബായിലെ ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഡയറക്ടർ ജെയിംസ് കെ വർഗീസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡയറക്ടർ സുൽഫിക്കർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മാംഗോ ഫെസ്റ്റിവൽ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പോൾ ഈ വർഷം അത് 1-ാം തീയതി തൊട്ടിട്ട് 8-ാം തീയതി വരെ, 9-ാം തീയതി വരെയുണ്ട്. അത് മാത്രമല്ല, നമ്മളെ ഓൾമോസ്റ്റ് ഒരു 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മാങ്ങയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള വെറൈറ്റിയാണ്. 85% CG said ഫ്രം ഇന്ത്യ. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡിഫറെൻറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് തന്നെ. അതിൽ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാംഗോ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് സുൽഫി ഫ്രം മിയാസാക്കി ഫ്രം ജപ്പാൻ.
No, Miyazaki is grown in India. Yes, actually a It's a mango Japan variety variety. from Jarati and it is grown in India. അപ്പോൾ ഇത്തവണ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90+ വെറൈറ്റീസ് അക്രോസ് ദ വേൾഡിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഹോട്ട് ഫുഡും ബേക്കറി കൗണ്ടറും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് മാങ്ങ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പിന്നെ സ്വീറ്റ്സ് ആണെങ്കിലും കറീസ് ആണെങ്കിലും ഉണ്ട്. ആൻഡ് ഐ നോ ദാറ്റ് ഓൾ ദ ലുലു പീപ്പിൾ ആർ മാംഗോ ലവേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി ദേ വിൽ ലവ് ദിസ് സീസൺ ഓഫ് മാംഗോ. പ്രാദേശികമായി വിളയിച്ചെടുത്ത മാമ്പഴങ്ങൾ ഉൾപ്പെടെയാണ് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. മസ്കത്തിലെ ബൗഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് മേള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഒമാൻ റീജിയണൽ ഡയറക്ടർ KA ഷബീർ, മറ്റ് ലുലു ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും പാചക വിഭവങ്ങളും ഈ ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അംബാസിഡർ പറഞ്ഞു. What an honor it is to be part of the Mango Festival organized by Lulu Hypermarket in Oman, Muscat. We've been here for the past 40 days and this is one of the most diverse, professionally thought through. Every layer of the entire mango value chain has been considered, right from the farm to the fork. And then thereafter, not only the mangoes or the pickle or the raw mangoes, but also the processed food in the nature of mango flavored culinary delicacies from India, from all parts. And the most beautiful thing which I really liked was the fact that they have also adapted the Omanese delicacies with mango flavors. The visually very appealing, health being considered very carefully so that they are nutritious, and nothing to forget about the diversity which is being celebrated. 60 mangoes, as I was told, are from India. Of course, have been supplemented by 40 other varieties from across the globe. A subset of that, whatever available today on 1st of May, were on the display. All in all, I must say, a great show. Keep it up, Lulu. We look up to you for devouring the mangoes, savoring the varieties, and enjoying the hard labor that the farmer puts wherever they are, including in India, to bring that great variety of mango from their farm to our table, to our food. Thank you. ഇന്ത്യ, യമൻ, തായ്ലൻഡ്, മലേഷ്യ, ഫിലിപ്പീൻസ്, കൊളംബിയ, ബ്രസീൽ, ശ്രീലങ്ക, ഉഗാണ്ട എന്നിവയുൾപ്പെടെ 13 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴങ്ങൾ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാമ്പഴങ്ങൾ കൊണ്ടുള്ള ബേക്കറി, മധുരപലഹാരങ്ങൾ, അച്ചാറുകൾ തുടങ്ങി വിവിധതരം ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാനാകും. ലുലു കുവൈറ്റിൽ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അറബ് ഫുഡ് ഇൻഫ്ലുവൻസർ അബ്ദുള്ള അൽ മത്രൂദ് മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ മാംഗോ മാനിയ പ്രധാന ആകർഷണമായി ഇന്ത്യയിൽ നിന്നുള്ള മിയാസാക്കി മാമ്പഴം ആദ്യമായി അവതരിപ്പിച്ചു. ജപ്പാനിൽ ഉത്ഭവിച്ചുവെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലും വ്യാപകമായി കൃഷി ചെയ്യുന്ന മാമ്പഴം ലുലുവിൽ ഫെസ്റ്റിവലിലെ മുഴുവൻ സമയത്തും ലഭ്യമായിരിക്കും. മേള ഈ മാസം 10 വരെ നീണ്ടു നിൽക്കും. നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം അബുദാബിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നിഷ്കയുടെ 3ാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അബുദാബി മുസഫയിലാണ് ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ 100 ഷോറൂം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്ക ജ്വല്ലറിയുടെ UAE-യിലെ 3ാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണ് തുറന്നത്. ചലച്ചിത്ര നടി സാമന്ത റൂത്ത് പ്രഭുവാണ് ഷോറൂമിന് ഉദ്ഘാടനം നിർവഹിച്ചത്. നിഷ്കയുടെ വളർച്ചയിലെ പ്രധാന നാഴികക്കല്ലാണിതെന്ന് നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ നിഷിൻ തസ്ലിൻ CM പറഞ്ഞു. ഞാൻ വളരെ ത്രില്ഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് 3ാമത്തെ സ്റ്റോറാണ്. ഇതിനു മുമ്പ് നാട്ടിൽ നമുക്ക് 2 റിസോർട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഇനാഗുറൽ ഫംഗ്ഷന്
നടത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷനാണ് അബുദാബിയിലുള്ളത്. അത്രയും ക്രൗഡും അത്രയും ആളുകളും എന്താണ് ഏകദേശം ഒരു 3 മണിക്കൂറോളം അവർ കാത്തുനിന്നിട്ടാണ് ഈ ഫംഗ്ഷൻ അവർ വെയിറ്റ് ചെയ്ത് കാത്തുനിന്നു. അതിലുപരി അവരുടെ സപ്പോർട്ടും നമ്മളെ ആക്സെപ്റ്റൻസും വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. അതിലുപരി അബുദാബിയിലെ ഫസ്റ്റ് എൻട്രി കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അബുദാബിയിൽ ഇനി വേറൊരു സ്റ്റോറും കൂടി വരുന്നുണ്ട് നമ്മൾ ഹംദാനിൽ. എന്നാൽ ഈ എൻട്രി നമുക്ക് തന്നാൽ വളരെയധികം കോൺഫിഡൻസ് നൽകുന്നതാണ്. ഇനി 2 ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹംദാനും ഒന്ന് മീന ബസാർ ദുബായിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പ്രീമിയം ഷോസാണ് നമ്മൾ വരുന്നത്. അത് ഉടനടി വിത്തിൻ 3-4 months കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 കിലോ സ്വർണ്ണ സമ്മാനം ഉൾപ്പെടെ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2000 ദിർഹത്തിന്റെ ഓരോ പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയവും ഭാഗ്യശാലികൾക്ക് ഗ്രാൻഡ് ഡ്രോയിലൂടെ 200 ഗ്രാം ഗോൾഡും നൽകും. ജൂൺ 1 വരെ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.